നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. UAE സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം ഡൂഡിൽ ചിത്രമാക്കി മലയാളി ചിത്രകാരൻ സിജിൻ ഗോപിനാഥ്. UAE വ്യത്യസ്തരായ 300ഓളം പേരുടെ ചിത്രമാണ് സജിൻ വരച്ചിരിക്കുന്നത്. വൺ ഗ്ലോബ് വൺ ഫാമിലി എന്ന പ്രമേയത്തിലാണ് സൃഷ്ടി. 200-ലധികം രാജ്യക്കാർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന രാജ്യമാണ് UAE. ഇവിടെയുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ ആളുകളുടെ പുഞ്ചിരിക്കുന്ന മുഖം ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് ഈ കലാകാരൻ. പുഞ്ചിരിയോടെ മുന്നോട്ട് നടക്കാനും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനും അവസരങ്ങൾ ആവോളം ഒരുക്കി വെക്കുന്ന ഈ നാടിന് പുഞ്ചിരിയുടെ കൂറ്റൻ ക്യാൻവാസ് ഒരുക്കിയാണ് തിരുവനന്തപുരം സ്വദേശി സിജിൻ വ്യത്യസ്തനാകുന്നത്. വിവിധ രാജ്യക്കാരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുടെ ഡൂഡിൽ ചിത്രങ്ങളാണ് ഈ ക്യാൻവാസ് നിറയെ. ലോകത്തിന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകരുക എന്നതാണ് ഈ വ്യത്യസ്തമായ കലാസൃഷ്ടിയിലൂടെ സിജിൻ ഗോപിനാഥ് ലക്ഷ്യമിടുന്നത്. ഞാൻ യുടെ മണ്ണിൽ ജീവിച്ചു വരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വൈഫൊക്കെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ കുട്ടികളൊക്കെ തന്നെ പല നാട്ടിലെ പാരൻസും അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വെച്ചാൽ ഈ യുദ്ധം കൊണ്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് എതിരെ ഒരു പോസിറ്റീവായിട്ടുള്ള സന്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാരെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ളൊരു സന്ദേശമാണ് ഈ ഒരു ആർട്ട് വർക്ക് വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡൂഡിൽ ആർട്ടിലൂടെ ഇതിനോടകം ശ്രദ്ധേയനായ സിജിൻ ഒരു വർഷം സമയമെടുത്ത് UAE വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വർഷത്തോളമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ചിത്രം വരച്ചത്. ഒരു 300 ആൾക്കാരെയാണ് മൊത്തത്തിൽ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു 270ഓളം ആൾക്കാരായി. ഇനി കുറച്ചുകൂടെ ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ട്, കംപ്ലീറ്റ് ആവാൻ. ഇപ്പോൾ UAE ഒരുപാട് നാഷണാലിറ്റിയെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ UAE ഇപ്പോൾ 200 നാഷണാലിറ്റി ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം നമ്പർ ഓഫ് നാഷണാലിറ്റിയെ കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. സ്നേഹവും സമാധാനവും പ്രചരിപ്പിക്കാനുള്ള ശക്തമായ ആയുധമാണ് കലയെന്നും ഇനിയും കൂടുതൽ സ്നേഹ സന്ദേശങ്ങൾ ഡൂഡിലിൽ ഒരുക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു വെക്കുന്നു ഈ കലാകാരൻ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കുവൈറ്റിൽ റെസ്റ്റോറന്റിൽ സ്ഫോടനം. ജഹ്റ ഏരിയയിലുള്ള റെസ്റ്റോറന്റിൽ പാചകവാതകം ചോർന്നാണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ അന്വേഷണം തുടങ്ങി. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. സൗദിയിൽ കൊല്ലപ്പെട്ട മണ്ണാർക്കാട് സ്വദേശി അബ്ദുൽ മജീദിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ ഡിസംബർ 5 ജിസാൻ അടുത്ത് ദർബിൽ ജോലിസ്ഥലത്ത് വെച്ച് ബംഗ്ലാദേശ് സ്വദേശിയുടെ കുത്തേറ്റാണ് മണ്ണാർക്കാട് കുമ്പാർ സ്വദേശി അബ്ദുൽ മജീദ് മരിച്ചത്. അബു ഹരീഷ് കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. ജിസാൻ വിമാനത്താവളത്തിൽ നിന്ന് സൗദി എയർലൈൻസിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. പോലീസിൽ നിന്ന് കേസ് കോടതിക്ക് കൈമാറി. കുവൈറ്റിൽ 2023 റോഡ് അപകടങ്ങളിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 296 പേർ മരിച്ചെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. രാജ്യത്തെ 6 ഗവർണറേറ്റുകൾ നൽകിയ കണക്കുകൾ ഉപയോഗിച്ചാണ് വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. അമിതവേഗം, സിഗ്നൽ തെറ്റിക്കൽ, ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഉപയോഗം തുടങ്ങിയവയാണ് അപകടങ്ങളിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായി ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ എന്ന പേരിൽ ഏകീകൃത വേദി രൂപീകരിച്ചതായി സംസ്ഥാന സെക്രട്ടറി CA മൂസ മൗലവി. പ്രവാസികളുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സംഘടന സജീവമായ ഇടപെടൽ നടത്തും. ഷറഫുദ്ദീൻ ബാഖവി ചുങ്കപ്പാറയാണ് ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി മനാഫ് മൗലവിയെയും തെരഞ്ഞെടുത്തു. ജലാലുദ്ദീൻ അൽ ഖാസിമി, സൈഫുദ്ദീൻ ബാഖവി, അബുൽ കലാം മൗലവി, മുനീർ ഷാ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലോഗോ പുറത്തിറക്കി. ദമാം റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സ്കൂൾ ഹയർ ബോർഡ് അംഗം അൻവർ സാദത്ത് ലോഗോ പ്രകാശനം ചെയ്തു.
ഡിഫ പ്രസിഡന്റ് മുജീബ് കളത്തിൽ അധ്യക്ഷനായി. ഡിഫയ്ക്ക് കീഴിൽ നടന്ന ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഖാലിദിയ ക്ലബിനെ ചടങ്ങിൽ ആദരിച്ചു. മുഴുവൻ ക്ലബ്ബുകൾക്കും ഡിഫയുടെ പുതുവർഷ ഉപഹാരം നൽകി. ചെയർമാൻ വിൽഫ്രഡ് ആൻഡ്രൂസ്, ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സക്കീർ വള്ളക്കടവ്, മുൻ പ്രസിഡന്റ് റഫീഖ് കൂട്ടിലങ്ങാടി എന്നിവർ ആശംസകൾ നേർന്നു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ച് ജുബൈൽ EDPC കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിലേക്കുള്ള താരലേലം നടന്നു. ഇർഷാദ് പനൂർ അധ്യക്ഷനായി. ഫെബ്രുവരി 21, 22, 24 തീയതികളിൽ ജുബൈൽ ആൽഫല ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റ് കൺവീനർ സുധീർ ആലപ്പുഴ, രാജേഷ് കായംകുളം, ബൈജു അഞ്ചൽ, ബിനോയ് ജോർജ്, തൗഫീഖ് എന്നിവർ ആശംസകൾ നേർന്നു. ഇടനിലക്കാരില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ നേരിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളുമായി കുവൈറ്റ്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെട്ട് നടപടികൾ ക്രമീകരിക്കാനാണ് നിർദ്ദേശം. ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നിശ്ചയിച്ച അൽ ദുർറ കമ്പനിയെ ഉപയോഗപ്പെടുത്തി നേരിട്ട് തൊഴിലാളികളെ എത്തിക്കാനാണ് നീക്കം. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി രാഷ്ട്രീയ വിമർശനവുമായി MT വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവം. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടിയെന്നും MT തുറന്നടിച്ചു. ഉന്നമിച്ചത് കേന്ദ്രത്തെ എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. കോഴിക്കോട്ട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു വേദി. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു MT വാസുദേവൻ നായർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു വിമർശനം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. നേതൃപൂജകളെ വകവയ്ക്കാതെയിരുന്ന EMS മഹാനായ നേതാവാണെന്നും അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റിയെന്നും MT വാസുദേവൻ നായർ പറഞ്ഞു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്ന് ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വാക്കുകൾ പിണറായി വിജയനെ ഉന്നം വയ്ക്കുന്നത് എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ വന്നതോടെ പ്രസംഗം കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ച് എന്ന പ്രതികരണവുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല, അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിനും CPM-നും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം വിവാദമായ സാഹചര്യത്തിലാണ് MT വാസുദേവൻ നായരുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. 24 കോഴിക്കോട്. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ രണ്ടിടത്ത് കരിങ്കൊടി. കൊണ്ടോട്ടി, പുളിക്കലിലും മച്ചിങ്ങൽ ബൈപ്പാസിലുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. നിവർന്നു നിൽക്കാൻ കഴിയാത്ത പടുകിളവനാണ് പിണറായി എന്നും കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ് മുഖ്യമന്ത്രിയെന്നും മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. DYFI ഗുണ്ടകളെ മുഖ്യമന്ത്രി അഴിച്ചുവിടുന്നുവെന്നും എറണാകുളം DCC അധ്യക്ഷന്റെ വിമർശനം. ഈ രക്ഷാസംഘങ്ങൾ ചിലപ്പോൾ ബലം പ്രയോഗിച്ച് വാഹനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവരെ പിടിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ പിടിച്ചു മാറ്റുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകാം എന്ന് പറയുന്ന ഈ പിണറായി വിജയനാണ് കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും പ്രായമായില്ലടോ, മക്കളും കൊച്ചുമക്കളുമൊക്കെയായി പിണറായി വിജയൻ എത്ര വയസ്സായി? എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല, നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ലാത്ത ഈ വൃദ്ധനായ പടുകിളവനായ ഈ വൃത്തികെട്ടവനാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് നേതൃത്വം നടക്കുന്നത്. അടങ്ങാത്ത പകയാണ് പിണറായി വിജയനുള്ളത്, അടങ്ങാത്ത പകയാണ്, ക്രിമിനൽ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. മുസ്ലിം ലീഗുമായുള്ള പഴയകാല ബന്ധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ദേശാഭിമാനി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ലീഗ് MLA P ഉബൈദുള്ളയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്.
മലപ്പുറത്തിന്റെ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും സംബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രഗത്ഭർ നടത്തിയ പഠനങ്ങൾ കോർത്തിണക്കിയാണ് ദേശാഭിമാനി മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം പുറത്തിറക്കിയത്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ മലപ്പുറം നേരിട്ട അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് CPIM-ഉം ലീഗും തമ്മിലുള്ള പഴയ സഖ്യകക്ഷി ബന്ധം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഒപ്പം കോൺഗ്രസിനെതിരെ ഒളിയമ്പും. 60കളിലെ അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നുവെന്നതും ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. ലീഗ് നേതാവ് മലപ്പുറം MLA P. ഉബൈദുള്ളയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുസ്തകം സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു അധ്യക്ഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെതിരായി, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടത്തുന്ന മാധ്യമ ശൃംഖല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ കേരളത്തിലാണ്. പാണക്കാട് മുനവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ലേഖനങ്ങൾ പുസ്തകത്തിലുണ്ട്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും KPCC സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ചടങ്ങിൽ പങ്കെടുത്തില്ല. 24 മലപ്പുറം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി ശ്രമങ്ങൾ നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പ്രസ്താവനയിൽ MV ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 17-ന് പരിഗണിക്കും. പോലീസിനും തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMOയ്ക്കുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് VD സതീശൻ. ജനറൽ ആശുപത്രിയിൽ ഇവരെല്ലാവരും കൂട്ടുകയാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 എന്നിട്ട് നോർമലായി എഴുതി RMO. സ്വാധീനിക്കുന്ന എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. രാഹുലിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനാണ്. അത് വളരെ ക്ലിയർ ആണല്ലോ. കേസ് കൊണ്ട് വാമൂടാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് പിണറായി വിജയനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. നേതൃത്വത്തിന്റെ ഭാഗമായവർക്ക് ആർജവം വേണമെന്നും പാർട്ടി സെക്രട്ടറി. നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആർജവം വേണം. കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും. പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ? അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം, ഞങ്ങളാരും പറഞ്ഞതല്ല. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA-യെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രിയായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ഹൈക്കമാൻഡിനൊപ്പമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അയോധ്യ തീർത്ഥയാത്രാ പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് BJP വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है. और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे, उस दिन का निमंत्रण हमें दिया गया है.
ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. NSSന് പിന്നാലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച് SNDPയും പ്രാണപ്രതിഷ്ഠ അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണം. നേരത്തെ RSS പ്രാന്തീയ കാര്യകാരി AR മോഹനിൽ നിന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങി. സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ചടങ്ങുകൾ. സഭയിലെ മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുത്തു. അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ ആശംസ അറിയിച്ചു. സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണം. സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തേടുന്ന ഇടയനാകാൻ ശ്രമിക്കുമെന്ന് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കും പ്രസംഗത്തിൽ പിന്തുണ. പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സിറോ മലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. പിതാവ് അത്രക്കേറെ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് തെറ്റ് ചെയ്തതിന്റെ പേരാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ആശംസകൾ അറിയിച്ചു. കത്തീഡ്രൽ ബസിലിക്കയിൽ സ്ഥാനാരോഹണം നടക്കാതിരുന്നത് സഭയുടെ പിടിപ്പുകേടാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം ആരോപിച്ചു. നാളെ മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിൽ സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകും. 24 കൊച്ചി. വിദേശത്ത് തെരയുമ്പോഴും കൈവെട്ട് കേസ് പ്രതി സവാദ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. 8 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ സവാദ് പിന്നീട് കേരളം വിട്ടുപോയിട്ടില്ല. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് ചേർത്തിരുന്നതാണ് പ്രതിയെ കുടുക്കിയത്. കാസർഗോഡ് SDPI നേതാവിന്റെ മകളെ വിവാഹം ചെയ്ത സവാദ് വിവാഹശേഷം കേരളത്തിൽ തന്നെ തങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈവെട്ട് കേസ് പ്രതി സവാദിന് കണ്ണൂരിൽ താമസിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സഹായം ചെയ്തു. വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച പ്രതിക്ക് മരപ്പണിക്കാരനായി തൊഴിൽ ഉറപ്പാക്കിയതും SDPI നേതൃത്വമാണെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനിടെ സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിഞ്ഞത് ഇന്നലെയാണെന്നും ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്നും സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ. പേര് ഷാജഹാൻ എനിക്കുണ്ടായത്. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വളപട്ടണം മണ്ണ. ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു അവർ പ്രസവിക്കുമ്പോഴൊക്കെ വന്ന്. അതേസമയം ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ചേർത്തിരുന്നതാണ് NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഇതിനു പുറമെ സവാദിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും നിർണായകമായി. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. പിന്നാലെയാകും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ. ശ്രീകാന്ത്, 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.